കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് വീക്കം. ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പല പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം ഇത് പുറത്ത് പറയാൻ ഇതിപ്പോൾ ആളുകൾക്ക് എനിക്കൊരു പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് പറയാൻ പോലും പല ആളുകളും മടിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ചില സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രം പോകുന്നില്ല, അല്ലെങ്കിൽ മൂത്രം പോകുന്നത് വളരെ തുള്ളിയായിട്ട് മൂത്രം പോവുക, മൂത്രം പോകുന്ന സമയത്ത് ഭയങ്കര വേദന, അല്ലെങ്കിൽ രക്തം കാണുക, ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളായിട്ട് പല ആളുകളും ബുദ്ധിമുട്ടാറുണ്ട്, പ്രശ്നങ്ങൾ നമ്മളോട് പറയാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രോസ്റ്റേറ്റ് വീക്കം എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് നമുക്കിത് പൂർണ്ണമായി മാറ്റാൻ പറ്റുക, അത് സർജറി നിർബന്ധമുള്ള കാര്യമാണോ, അല്ലെങ്കിൽ സർജറി ഇല്ലാതെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൺബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ക്ലിനിക്കിൽ വന്ന ഒരാളായിരുന്നു. അവർ വന്നിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കായിരുന്നു. അവർ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് മൂത്രം പോകുന്നില്ല. അങ്ങനെ പല ഹോസ്പിറ്റലിൽ കാണിച്ചു. അവസാനം സർജറി വേണം, മൂത്രത്തിന് ട്യൂബ് ഇടണം എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ വെറും 3 ആഴ്ച കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഏകദേശം ക്ലിയർ ആയിട്ട് നല്ല രൂപത്തിലേക്ക് അത് നോർമൽ ലൈഫ് എങ്ങനെയാണോ അവർ കൊണ്ടുപോയത് ആ രൂപത്തിലേക്ക് എത്തി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട്? ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മൂത്രം പോകാണ്ടായി. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഫീനെ വിളിച്ചിട്ട് എത്രയും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും രക്ഷയില്ല പറഞ്ഞു, അതായത് കത്തിയിട്ട് കയറുന്നു പോലില്ല. അത് കഴിഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും പറഞ്ഞ് രക്ഷയില്ലാന്ന് പറഞ്ഞു. പിന്നെ കൊടുവള്ളി ഇവിടെ മുടക്കല്ലൂർ എംസി പോയത്. അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം കാഷ്വാലിറ്റി നോക്കി, അവിടെ പറ്റൂ കയറുന്നില്ല, അപ്പോൾ അത്രയും ബ്ലോക്കായി. എനിക്ക് ഇങ്ങനത്തെ കംപ്ലീറ്റ് നേരത്തെ ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നെ അവർ യൂറോളജിസ്റ്റിനെ വരുത്തി 10-15 ചെറിയൊരു കമ്പി കയറ്റി അധികം പറഞ്ഞിങ്ങനെ ഈ കമ്പി കയറുന്നില്ലെങ്കിൽ മിക്കവാറും ഡയറക്റ്റ്ലി ബ്ലാഡറിലേക്ക് ഇൻസെഷൻ കൊടുക്കേണ്ടി വരുന്നു. അപ്പം അവർ എന്തായാലും ചെയ്തിരിക്കും, മൂത്രം പോകുന്ന പ്രശ്നമുള്ളൂ, പ്രോസ്റ്റേറ്റ് കംപ്ലൈൻറ്റ് എനിക്കില്ലല്ലോ, അറിയത്തുമില്ല, ആദ്യമായിട്ട് സംഭവിക്കുന്നത്. പിന്നെ അയാൾ ചെയ്ത് പറഞ്ഞു, സക്സസ് ആയി. പിന്നെ ഒരു ചെറിയ ട്യൂബ് കയറ്റി അവസാനം കത്തിയിട്ട് കെട്ടാനുള്ള ഗ്യാപ്പായി. പിന്നെ 2 ആഴ്ച കത്തിയിട്ട് കെട്ടുന്നു കൊണ്ട് നടക്കുന്ന നേരത്തിൽ. പിന്നെ മൂത്രം നോർമലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മൂത്രമൊഴിച്ച് കാണിക്കാമെങ്കിൽ കത്തിയിട്ട് മാറ്റാമെന്ന് പറയും. അത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ കയറേണ്ടി വരുന്നു. അതിനുകൊണ്ട് പെട്ടെന്ന് കുറേ വെള്ളം കുടിച്ചോണ്ട് മൂത്രം പോയി. അപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്, വീഡിയോ കാണുന്നത് ഡോക്ടറെ. അപ്പോൾ ഞാൻ എന്താ പിന്നെ ഞാൻ ഒന്നാമത് ഹോമിയോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രയൽ നോക്കിക്കളയാം. അലോപ്പതി എനിക്ക് താല്പര്യമുള്ള കേസെല്ലാം ഉണ്ട്, നല്ലതായിട്ട് ഹോമിയോപ്പതി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ റിസ്ക് വന്നത് വരാമ്പരാണല്ലോ. അതോടെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. നേരത്തെ വീഡിയോ കണ്ടപ്പോഴും എന്നൊക്കെ കോൺഫിഡൻസ് ഡോക്ടറെ കൊണ്ട് മനസ്സിലായി. ഇന്നലത്തെ വീഡിയോ ഇത് കണ്ടില്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം എന്നോട് പരിചയമുള്ളവരൊക്കെ പറഞ്ഞു അത് റിസ്ക്കാണ്, ഇതൊന്നും സയൻറ്റിഫിക് അല്ല. ഞാൻ പോയി പഠിച്ചിട്ടുള്ളതാണ്, എനിക്കറിയാം. അപ്പം ഞാനേതായാലും എൻ്റെ കേട്ടാണ് ഞാൻ റിസ്ക് എടുക്കാൻ പോകുന്നത്. അപ്പം 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മാറ്റം വന്നു തുടങ്ങിയൊരു ഫ്ലോ കുറഞ്ഞു, അതിന് ഫണ്ട്നെസ് പ്രോബ്ലം ഇല്ല, ഫ്രീക്വൻസി യൂറിനേറ്റിംഗ് പ്രശ്നമില്ല. അപ്പോൾ ഉറപ്പായത് ചേഞ്ച് വരുമെന്ന് തന്നെ അങ്ങനെ കണ്ണി ചെയ്തു. ഇപ്പോഴും അതിൻ്റെ ഇപ്പോഴും കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അത് പുള്ളി റിക്കവർ ചെയ്യാൻ വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഹാപ്പി അബൌട്ട് ഡോക്ടർ. താങ്ക് യു. എന്തായിരുന്നു ഡോക്ടറെ ഇഷ്യൂസ് എങ്ങനെയായിരുന്നു? പുള്ളി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, യൂറിന്റെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമാണ് പുള്ളിക്ക് മെയിൻ ആയിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോസ്റ്റേറ്റ് പുള്ളിയുടെ റിപ്പോർട്ട് പ്രകാരം 80 ml ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുത്തപ്പോൾ അത് പിന്നെ റെഡ്യൂസ്ഡ് ആയി ഒരു 55 ml ആയിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇനീഷ്യലി സിംറ്റംസ് എന്ന് പറയുമ്പോൾ പുകച്ചിലായിട്ടും ഫ്രീക്വന്റ് യൂറിനേഷനും ഒക്കെ ആയിട്ടായിരുന്നു അവരുടെ ബുദ്ധിമുട്ടുകളായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ മെഡിസിൻസ് എടുത്ത് തുടങ്ങിയപ്പം നല്ല രീതിയിലുള്ള ചേഞ്ചസ് പുള്ളി തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തുടങ്ങി. ഇപ്പം മെഡിസിൻസ് ഓൺഗോയിങ് ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി ഇനീഷ്യൽ വെച്ച് നോക്കുമ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു റെസ്പോൺസും ഇവര് സ്റ്റാഫിന്റെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ്. വെരി ഹാപ്പി. ഞാൻ ഡോക്ടറെ ഒന്നാമത് കൺസേൺ അത് ശ്രദ്ധയുണ്ട്. റിയലി എന്നെക്കാൾ കൂടുതൽ കൺസേൺ ഉണ്ട് ഡോക്ടർ അത് മാറി കിട്ടണം എന്നുള്ളത്. അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം ട്രീറ്റ്മെൻറ്റ് അറിയാമല്ലോ, അത് മരുന്ന് മാത്രമല്ല എഫക്റ്റീവ് ആകുന്നത്, അല്ല പിന്നെ വീണ്ടും വരില്ലല്ലോ. വെരി ഹാപ്പി അബൌട്ട് യുവർ ചെയ്യുന്ന രീതിയും ശ്രദ്ധയും ഡിവോഷനും ഒക്കെ. താങ്ക് യു. നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് നമ്മളെ ക്ലിനിക്കിൽ പ്രോസ്റ്റേറ്റ് വീക്കായിട്ട് വന്നുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു ഫീഡ്ബാക്കാണ്. അതിൻ്റെ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഹായ് ഡോക്ടർ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടല്ലോ, എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്? ആളുടെ മെയിൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മൂത്രം പോവാൻ
ഭയങ്കര തടസ്സം, ഐ മീൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തടസ്സം പോലെ ആൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആളേതായ രീതിയിലുള്ള കുറേ ട്രീറ്റ്മെൻറ്റ്സും അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ എടുത്തു. ബട്ട് അറ്റ് ദ എൻഡ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് സർജറി വേണം, അല്ലാതെ വേറൊരു ഓപ്ഷൻസ് ഇതിൽ കാണുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെയാണ് പറഞ്ഞ പോലെ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എന്നെ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് എനിക്ക് അയാളെ കേസ് നോക്കിയ സമയത്താണ് ആൾ പറയുന്നത് യൂറിൻ പോകുന്ന സമയത്ത് ഭയങ്കര തടസ്സം, ഒന്ന് തുടങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഈവൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും എഗെയിൻ ആ ഒരു എന്താ പറയുക ഫ്രീക്വൻസി കൂടി വരിക, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടി വരുന്നു, ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ളൊരു തോന്നൽ വരിക. ഇതാണ് മെയിനായിട്ടും ആൾ പറഞ്ഞിട്ടുള്ളൊരു സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവരെ കേസ് നോക്കി വന്നപ്പം അവർ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കേസ് എടുത്തു. നമ്മളെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്സിലൂടെ ഇൻഡിവിജ്വലായിട്ട് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ കേസ് എടുത്തു. അങ്ങനെ ആൾക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റെമഡി അല്ലെങ്കിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. അങ്ങനെയാണ് ആൾക്ക് ഈ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ഏകദേശം നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ഈ സർജറി വേണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 3 ആഴ്ച കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഏകദേശം ഫുള്ള് മാറി തന്നെ അവർ പറയാം. അവർ അത്ര ഹാപ്പിയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചപ്പോൾ പിന്നെ ആ പറഞ്ഞോട്ടെ, ആളുകൾ കാണട്ടെ, ഇത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത്രയും അനുഭവിക്കുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ആളുകൾ കാണട്ടെ, വരട്ടെ, അവർക്ക് ഈ പ്രശ്നങ്ങൾ മാറട്ടെ എന്നുള്ള പറയുന്നത്. ഇതിന് ആളുകൾ ഇപ്പോഴും ഇതെന്താ വിഷയം എന്നറിയാതെ പലപ്പോഴും ഇതിന് ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, ഈ പ്രോസ്റ്റേറ്റ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ടും അതായത് യൂറിനറി സിംറ്റംസ് ആണ് പ്രോമിനൻ്റ് ആയിട്ടും കാണിക്കുക. മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പം ചില ആളുകൾക്കത് ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും. ചില ആളുകൾക്കത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈവൺ അത് തുടങ്ങി കിട്ടാൻ ഒരു താമസം ഉണ്ടാവും. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കോളും. ചില ആളുകൾ പറയും ആ ഒരു ഫ്ലോ ഭയങ്കര സ്ലോ ആണ്, ഒരു നൂല് പോലെയൊക്കെ യൂറിൻ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറയും. ചില ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലെ അനുഭവപ്പെടുക. യൂറിൻ പോകുന്ന സമയത്തായാലും ഈവൺ അത് എൻഡ് ചെയ്യുന്ന സമയത്തായാലും തുടക്കത്തിലായാലും ഒരു ഫുൾ ടൈം ഒരു ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു പുകച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈവൺ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻസ് എന്തോ വന്ന് അവിടെ തടഞ്ഞിരിക്കുന്ന പോലെയൊക്കെ സിംറ്റംസ് കാണിക്കാം. പിന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ചിലപ്പം ബാക്ക് പെയിൻ ഉണ്ടാവാം, ചിലപ്പം അടിവയറ്റുന്നൊരു വേദന ഉണ്ടാവാം, ചിലപ്പം സെക്ഷൽ കംപ്ലയിൻസ് പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കാം, ഈ ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാം, പെട്ടെന്ന് ശുക്ലം പോകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ ചില കേസസിൽ അതൊരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ, യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പനിയായിട്ടും അങ്ങനെ ബുദ്ധിമുട്ടുകൾ കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പലപ്പോഴും ആൾക്കാർ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം പുറത്ത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് ചിലപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവുക ചിലപ്പോൾ ഉദാഹരണ പ്രശ്നമായിരിക്കും, ഈ പറഞ്ഞ പോലെ ശീഘ്രസ്ഖലനായിരിക്കും, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു മൂത്രം പെട്ടെന്ന് അവർക്ക് ചില സമയത്ത് മൂത്രം പോകുന്നില്ല, ചില സമയത്ത് പെട്ടെന്ന് പോവാം, ഒരു യാത്ര ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം അടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു, അവരെവിടേക്കും പോകുന്നില്ല. അപ്പോൾ എന്താ ചില സമയത്ത് ടോയ്ലറ്റിൽ പോകണം എന്ന് വിചാരിച്ചാൽ അന്നപ്പം പോയി പോകും. അത് ഭയങ്കര അർജൻറ്റായിരിക്കും. അവർ പിടിച്ചു നിൽക്കാൻ തീരെ കേൾക്കില്ലാതെ, എന്നിട്ട് പലപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് വളരെ നാണം കെടുന്ന രൂപത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് എന്തെങ്കിലും, കാരണം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ടോയ്ലറ്റ് പോകണം, അവിടെ എത്തുന്നതിന് മുമ്പ് ടോയ്ലറ്റ് യൂറിൻ പോയി പോവുക, ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് വീക്കം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? യൂഷ്വലി ഇതൊരു 40+ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ്, ഒരു 50+ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് മെയിൻലി ഇത് ഒബ്സർവ് ചെയ്ത് സ്റ്റഡീസ് പറയുന്നത്. മെയിൻ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ആ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു ഏജിങ് 50+ കഴിഞ്ഞാൽ 60+ കഴിയുമ്പം നമ്മളെ ബോഡിയിലുള്ള സിസ്റ്റംസ് എല്ലാം ഒരു ലോ സ്റ്റേജ് അല്ലെങ്കിൽ വീക്ക്നെസ് സംഭവിക്കും. അപ്പോൾ ഒരു ഏജിങ് ഒരു ഫാക്ടറാണ്. സെക്കൻഡ്ലി ഈ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ലൈക്ക് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോൾ, അങ്ങനെ എന്തെങ്കിലും ക്രോണിക് ചെയിൻ സ്മോക്കേഴ്സൊക്കെ ആണെങ്കിൽ അതൊരു റൂട്ട് കോസായിട്ട് നമുക്ക് പറയാം. തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡയറ്റ് തന്നെ. ഇപ്പം ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഈ മസാലാസ് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഒട്ടും കൺട്രോൾഡ് അല്ലാത്ത ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് എടുക്കുന്ന ആളുകൾക്കും കാണിക്കാവുന്നതാണ്. പിന്നെ വെയിറ്റ് കൂടിയിട്ടുള്ള കേസസിൽ വരാം, അല്ലെങ്കിൽ ഒട്ടും വ്യായാമം ഇല്ലാത്ത കേസസിലും നമുക്ക് ഈ ഒരു കോസസ് ആയിട്ട് പറയാം, ഇതിൻ്റെ കോസസ് പറയാം. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ അതിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ക്വസ്റ്റിനോട് ചോദിക്കുകയാണ്, നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് പല
ആൾക്കാരും പറഞ്ഞു ഈ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് ഹോട്ടലിലായിക്കോട്ടെ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ, നമുക്ക് പലപ്പോഴും ഹോട്ടലിനെ കുറ്റം പറയാറുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോഴത്തെ അസുഖങ്ങൾ കാരണം വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം, അതായത് ഭക്ഷണത്തിൻ്റെ ഒരു കൺട്രോൾ ഇല്ലാത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാക്കാൻ കാരണമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിൻലി ഞാൻ പറഞ്ഞില്ലേ, അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ ഈ ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ലൈക്ക് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സിനൊക്കെ ഡിപ്പെൻഡഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം ഈ പിസ്സ, ബർഗർ അല്ലെങ്കിൽ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതൊക്കെയാണ് മെയിൻലി ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ റെഡ് മീറ്റ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിൽ, അതായത് മാംസാഹാരങ്ങളിൽ റെഡ് മീറ്റ്, ചിക്കൻ അത്ര പ്രശ്നമില്ല, പക്ഷേ റെഡ് മീറ്റ്, പോർക്ക്, ബീഫ്, മട്ടൺ, അതിലൊക്കെ അതിലുള്ളത് ഒരു അൺഹെൽത്തി ഫാറ്റ് ആണ്. പകരം നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് നമുക്ക് കഴിക്കാം, ലൈക്ക് ഫിഷസ് ഒക്കെ കഴിക്കാം. പക്ഷേ അൺഹെൽത്തി ആകുമ്പോഴാണ് ആ ഒരു ഇൻഫ്ലമേഷൻസ് ട്രിഗർ ചെയ്യുന്നത്. അതേപോലെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇപ്പം കൊക്കോകോള, പെപ്സി, അങ്ങനത്തെ ആ ഒരു ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കോസസ് ആയിട്ട് പറയാം. ഓക്കെ, നമ്മളിപ്പം ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകൾ തീരെ ഒന്നും ശ്രദ്ധിക്കാതെ, പ്രത്യേകിച്ച് ഒരു 35 അല്ലെങ്കിൽ 40 വയസ്സായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഈ മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ പല ആളുകളും ഉണ്ടായിരുന്നു. അതായത് മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാൽ പലപ്പോഴും അതൊന്നും നോക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യുക, പെട്ടെന്ന് പോവാതെ അതെന്ത് ചെയ്യുക, പിടിച്ചു വെക്കുക, ചിലപ്പോൾ മണിക്കൂറുകൾ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിലും പലപ്പോഴും സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ മൂത്രം പിടിച്ചു വെക്കുക. കാരണം സ്കൂളുകളോ ഓഫീസിലോ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകുന്നതിന് ശേഷം പിന്നെ അവർ ടോയ്ലറ്റിൽ പോകുന്നത് വൈകുന്നേരം തിരിച്ചു വന്നിട്ടായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാറുണ്ട്. അപ്പോൾ ഈ മൂത്രം പിടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നമ്മളിപ്പം പുരുഷന്മാരുടെ കേസ് നോക്കുമ്പോൾ അത് പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻ കൊണ്ട് അങ്ങനെ ഒരു നീർക്കെട്ട് പോലെ യൂറിനറി സിംറ്റംസ് കാണിക്കാം. ഇപ്പം സ്ത്രീകളുടെ കേസ് ആണെങ്കിൽ യൂറിൻ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അത് അവിടെ ഒരു ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഈവൻ ആ യൂറിനറി ബ്ലാഡറിൽ, മൂത്രാശയ സഞ്ചിയിൽ ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് യൂറിനറി സിംറ്റംസ് ആയിട്ട് കാണിക്കാം. ഇപ്പോൾ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയാം. ഈക്കോളൈ അല്ലെങ്കിൽ ക്ലബ്സിയല്ല പോലത്തെ ഇത്തരം മൈക്രോ ഓർഗാനിസംസ് അവിടെ പെറ്റുവരികയും നമുക്ക് യൂറിനറി സിംറ്റംസ് ആയിട്ട് കാണിക്കാവുന്നതാണ്. ലൈക്ക് ഇപ്പം ഈ പുരുഷന്മാർ പറയുന്ന പോലെ തന്നെ ഒരു അർജൻസി, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻസ് അല്ലെങ്കിൽ പുകച്ചിൽ അനുഭവപ്പെടുക, ഈവൺ ഒരു വേദന ഉണ്ടാവുക, അടിവയറ്റുന്നൊരു വേദന, അതേപോലെ തന്നെ ചില കേസസിൽ അവർക്ക് പനി, വിറയലോട് കൂടിയിട്ടുള്ള പനിയൊക്കെ കാണിക്കാവുന്നതാണ്. പിന്നെ ആ ഇൻഫെക്ഷൻസ് ഒരു സ്പ്രെഡ് ചെയ്ത് മേ ബി അത് കിഡ്നീനെയും എഫക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. പക്ഷെ അത് വളരെ റെയർ ആണ്. ആ ഒരു യൂറിനറി ബ്ലാഡറിൽ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിനിടെ തന്നെ നമ്മൾ ഇൻഫെക്ഷൻ്റെ പറഞ്ഞ സമയത്ത് ഒരു ക്വസ്റ്റിനോട് ചോദിക്കുകയാണ്, ഈ ഇൻഫെക്ഷൻ വരുന്നതിന് അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പേ നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും? ഇൻഫെക്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇൻഫെക്ഷൻസ് വരുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ ചില ഡിപ്പെൻസ്, അത് ഓരോ പേഷ്യൻസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്ക് അനുസരിച്ചാണ്. ചിലപ്പം അവർ വെള്ളം കുടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർക്ക് ഇൻഫെക്ഷൻസിൻ്റെ സിവിയാരിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് അത്ര സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നുണ്ടാവില്ല. ഒട്ടും, അതായത് ബോഡി ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ നമുക്ക് സിംറ്റംസ് ആയിട്ട് കാണിക്കാവുന്നതാണ്. ഇപ്പോൾ യൂറിനിൽ തന്നെ കളർ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നതാണ്. യൂറിൻ്റെ കളർ ഇപ്പോൾ ഡാർക്ക് യെല്ലോ ആണെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളൊരിതാണ്. എന്നാൽ കുറച്ചുകൂടി ഒരു പെയിൽ യെല്ലോ അതൊക്കെ ആണെങ്കിൽ അത് നോർമലാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പം ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം അത് ഇപ്പം ഈ ഒരു പെയിനായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു പുകച്ചിലായിട്ട് അനുഭവപ്പെടാം, ചിലപ്പോൾ നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് ഫീൽ ചെയ്യാം. അങ്ങനെ ഡിപ്പെൻസ് ആണ്, അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചാണ്. ഓക്കെ, ഇപ്പം ഡോക്ടർ മൊത്തത്തിന് ഓരോ കളറുകൾ പറഞ്ഞു. അപ്പോൾ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇപ്പം നമുക്കിപ്പം ഓരോരോ ഇപ്പോൾ മൂത്രത്തിൻ്റെ കളറ് നോക്കിയിട്ട്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മൂത്രത്തിൻ്റെ കളറ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ അസുഖങ്ങൾ കണ്ടെത്താൻ പറ്റുക? ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ആരോഗ്യമുള്ള ഒരാളെ യൂറിൻ കളർ എന്ന് പറയുമ്പം സ്ലൈറ്റ്ലി ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോ എന്ന് പറയാം. യൂറിനറി ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള യൂറിനറി ഔട്ട്പുട്ട് ഒരു 1 to 1.5 ലിറ്റർ വരെയാണ്. അപ്പം ആ അളവിൽ കുറയോ കൂടുമ്പോൾ ഒക്കെയാണ് അത് ഇൻഫെക്ഷൻസും അസുഖങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ യൂറിൻ്റെ കളർ ഒരു ഡാർക്ക് യെല്ലോ ആണെങ്കിൽ, ഭയങ്കര ഡാർക്കായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ഒട്ടും ജലാംശമില്ല, വെള്ളം കുറഞ്ഞു എന്നുള്ളൊരു സൂചനയാണ്. എന്നാൽ ഒരു റെഡ് അല്ലെങ്കിൽ ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു യൂറിൻ ആണെങ്കിൽ അത് ഈ പ്രോസ്ട്രേറ്റിൻ്റെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബിനൈൻ ഗ്രോത്ത് കൊണ്ട് വരാവുന്നതാണ്. അല്ലെങ്കിൽ വൃക്കകളിൽ
കല്ലുകൾ ഉണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ സിസ്റ്റൈറ്റിസ് ബ്ലാഡറിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ കാണിക്കാം, UTI പോലത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള യൂറിൻ കാണിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ യൂറിൻ്റെ കളർ ഒരു ബ്രൈറ്റ് യെല്ലോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഇതിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് വൃക്ക സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജോണ്ടിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ആണെന്ന് നമുക്ക് ആക്കാവുന്നതാണ്. അതേപോലെ യൂറിൻ്റെ കളർ ഇപ്പം ഒരു പത നിറയുക അല്ലെങ്കിൽ ഒരു ഫോമി അപ്പിയറൻസ് പോലെയൊക്കെ ആണെങ്കിൽ ക്രിയാറ്റിനിൻ വേരിയേഷൻസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള കല്ലുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇത് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ടോയ്ലറ്റ് പോവുക. കാരണം പല അസുഖങ്ങളിലെ തുടക്കമായിട്ട് നിങ്ങൾ ഈ നമ്മൾ പോകുന്ന യൂറിൻ ആയിക്കോട്ടെ, നമ്മൾ പോകുന്ന സ്റ്റൂൾ ആയിക്കോട്ടെ, അതായത് വയറ്റിൽ നിന്ന് പോകുന്നതായിക്കോട്ടെ, ഇതിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ അന്നപ്പോൾ ഇപ്പോൾ പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല, അല്ലെങ്കിൽ നോക്കിയിരിക്കുക എന്നല്ല, ജസ്റ്റ് ഒന്ന് എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാതെ ഇതിന് പകരം എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ പറഞ്ഞ നമ്മുടെ യൂറിൻ ആയിക്കോട്ടെ, നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നതായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളെ പല അസുഖങ്ങൾക്കും കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മളെ ബോഡി കാണിച്ചിരുന്ന ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ചോദിച്ചു പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പം പ്രോസ്റ്റേറ്റ് വീക്കം നമ്മൾ വെള്ളം കുടിച്ചാൽ മാറുമോ? വെള്ളം അത് ഡിപ്പെൻസ് ആണ്. അതിപ്പം പല കണ്ടീഷൻസും അല്ലെങ്കിൽ പല കോസസ് കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒട്ടും വ്യായാമം ഇല്ലാത്ത ആളുകൾ, അങ്ങനത്തെ ഡിപ്പെൻസ് ആണ്. പക്ഷെ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ അത് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ മൂത്രത്തിൽ കല്ലുകളോ അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുകളോ ഒക്കെ കാണുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, വാട്ടർ ഇൻടേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഇൻഫ്ലമേഷൻസ് വരിക എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക, അവിടെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ബിനൈൻ ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പം വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നോർമലി ഞാൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറ് ഒരു പേഷ്യൻറ്റിനോട് രാത്രി കാലങ്ങളിൽ ഒരു 8 മണീൻ്റെ ഉള്ളിൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ അളവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും മെയിൻറ്റെയിൻ ചെയ്യുക. കിടക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ ആയിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ആ ഒരു വിത്തിൻ 2 അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ യൂറിൻ പാസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ട ആ ഒരു ടെൻഡൻസി നമുക്ക് ഫ്രീക്വൻസി കുറച്ചെടുക്കാവുന്നതാണ്. അപ്പം വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അതിന് അത്ര ഡിപ്പെൻഡഡ് അല്ല. എന്നാൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു 3 ലിറ്റർ എങ്കിലും അല്ലെങ്കിൽ ഒരു 4 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് നിർബന്ധമായിട്ട് എടുക്കുക. അത് ഗ്യാപ്പിട്ട് പ്രത്യേകിച്ച് ഈ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളം കുടിച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും കുറച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ പ്രോസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്കുള്ള കൺഫ്യൂഷനാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഈ പ്രോസ്റ്റേറ്റ് വീക്കം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയി മാറുമോ? പ്രോസ്റ്റേറ്റ് വീക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഡിപ്പെൻസ് ആണ്, ബിനൈൻ ഗ്രോത്ത് ആണ്. ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്നാണ് BPH. അതായത് അവിടെ ഉണ്ടാവുന്ന കോശങ്ങളുടെ വളർച്ച, അതായത് സ്പ്രെഡിങ് അല്ല, അതാണ് ബിനൈൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ അതിൻ്റെതായ ടെസ്റ്റുകൾ ചെയ്യണം. PSA അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ്. അതിപ്പം അവിടെ ഉണ്ടാവുന്ന കോശങ്ങൾ വളർച്ചയുണ്ടോ അല്ലെങ്കിൽ ക്യാൻസറസ് ആണോ എന്നറിയുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ അത് ചെയ്താലേ ഉള്ളൂ ആ ഒരു ഗ്രോത്ത്, അവിടെ ഉണ്ടാവുന്ന വീക്കം അത് ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പല രീതിയിലുള്ള ന്യൂ സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ PSA നിർബന്ധമായിട്ടും ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നോർമലി ഒരു PSA റേഞ്ച് നോക്കുമ്പോൾ ഒരു ബിലോ ഒരു 4.5 5.5ൻ്റെ ഉള്ളിൽ അതിൻ്റെ വാല്യൂ വന്നിരിക്കണം. അതിൽ കൂടുതൽ സൈസ് കൂടുതലാണെങ്കിൽ, ഗ്രോത്ത് എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ PSA റേഞ്ച് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സിംറ്റംസ് ഈ സെയിം പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് പോലെ തന്നെയായിരിക്കും സിംറ്റംസും കാണിക്കാവുന്നത്. പക്ഷേ അത് എന്താ പറയുക, ഒരു ക്രോണിക് ആയിരിക്കും. ചിലപ്പം ആദ്യമൊന്നും കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഒരു ടൈം എടുത്ത് പതിയെ മാത്രമായിരിക്കും സിംറ്റംസ് കാണിക്കുന്നത്. സിംറ്റംസ് പറയുമ്പോൾ യൂഷ്വലി പറഞ്ഞിട്ടുള്ള ബേണിംഗ് ആവാം, ഒരു ഒബ്സ്ട്രക്ഷൻസ് ആയിട്ട് ഫീൽ ചെയ്യാം, ചിലപ്പം യൂറിനിൽ ഒരു ബ്ലഡ് മിക്സ്ഡ് ആയിട്ട് കാണാവുന്നതാണ്, നടുവേദനയാവാം. അങ്ങനെ ഡിപ്പെൻസ് ആണ്, ഓരോ സിംറ്റംസ് കാണിക്കാവുന്നതാണ്. ഓക്കെ, അതിൽ ഇപ്പോൾ പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂടെ ഒരു പോയിന്റ് ഔട്ട് എടുത്ത് പറയാണ്, മൂത്രത്തിൽ എന്തുകൊണ്ടാണ് ഈ പത കാണാനുള്ള കാരണം? അത് വൃക്കയിൽ കല്ലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പത കാണുക എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടീൻ ലീക്കേജ് ആണ് സംഭവിക്കുന്നത്. അതായത് നമ്മളെ കിഡ്നി വഴി പ്രോട്ടീൻ യൂറിനിലൂടെ പുറന്തള്ളപ്പെടുമ്പം അത്
ആ ഒരു യൂറിനിൽ ഫോമേഷൻ വരുമ്പോഴാണ് അത് പതയായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതായത് ഫോമി യൂറിൻ, ഞാൻ നേരത്തെ പറഞ്ഞു പത കാണുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിനിൻ കൂടിയിട്ടുള്ള കേസസ്. ക്രിയാറ്റിനിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വൃക്കകൾ പുറന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ വിഘടിച്ചുണ്ടാവുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വൃക്കകളിലൂടെ പുറന്തള്ളി അല്ലെങ്കിൽ യൂറിനിലൂടെ പുറന്തള്ളിയിട്ട് അത് നമ്മുടെ യൂറിനിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. അപ്പം ക്രിയാറ്റിനിൻ ഒരു വേരിയേഷൻ കൊണ്ട് കാണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ അല്ലെങ്കിൽ വൃക്കകളിൽ കല്ലുകൾ ഉണ്ടെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ UTI ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ട് പസൽസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് കാരണവും നമുക്ക് യൂറിനിൽ പത കാണിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ പത പോലെ തന്നെ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് മൂത്രത്തിൽ ഉണ്ടാവുന്ന രക്തം, അതായത് മൂത്രത്തിൽ രക്തം കാണുക എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് ബ്ലഡ് വരിക എന്ന് പറയുമ്പം സെയിം നമ്മൾ ആ ഒരു റീനൽ സിസ്റ്റം തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടെങ്കിൽ ആ കല്ലുകൾ ആ മൂത്രനാളിയിൽ തട്ടിയിട്ട് ബ്ലഡ് വെസൽസിൽ ബ്രേക്കേജ് വരും. അങ്ങനെയാണ് അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിനും ഈ ഒരു ബ്ലഡ് യൂറിനും കാണിക്കുന്നത്. ഇനിയിപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, യൂറിനറി ബ്ലാഡറിൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൂത്രനാളിയിൽ ഇൻഫെക്ഷൻസ്, ഈക്കോളൈ പോലത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു സിവിയർ ആയിട്ടുള്ള ഹെമറ്റൂറിയ അല്ലെങ്കിൽ ബ്ലഡ് യൂറിൻ കാണിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പിന്നെ മൂത്രത്തിൽ പത വരുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടു, അതുപോലെ നമ്മുടെ മൂത്രത്തിൽ രക്തം എന്തുകൊണ്ട് കാണുന്നുള്ളതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ പല ആളുകൾക്കും വരുന്ന ഒരു സംശയമാണ് പലപ്പോഴും നീർക്കെട്ട്, ഇപ്പം പിന്നെ പ്രോസ്റ്റേറ്റ് ആയിക്കോട്ടെ അതുപോലെ മറ്റു നീർക്കെട്ടുകളായിക്കോട്ടെ, ഇപ്പം പല ആളുകൾക്കും കാണുന്നതാണ് കണങ്കാലിൽ നീര് കാണുക, അതായത് കാലിൻ്റെ പിന്നെ അടിഭാഗത്ത് നീര് കാണുക. അത് കാലിൻ്റെ അടിഭാഗത്ത് നീര് കാണുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അതായത് ആംഗിൾ എഡിമ, നമ്മൾ മെഡിക്കൽ ആംഗിൾ എഡിമ എന്ന് പറയും. അതായത് കണങ്കാലിലേക്കുള്ള സർക്കുലേഷൻസിൽ ബ്ലോക്കേജ് വരുമ്പം കാണിക്കുന്നതാണ്. പല ഫാക്ടേഴ്സ് കൊണ്ടും ഇങ്ങനെ നീർക്കെട്ട് കാണിക്കാം. ഒന്നാമത്തേത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ആവാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഹൈഡ്രോനെഫ്രോസിസ് പോലത്തെ കണ്ടീഷൻസ്, അല്ലെങ്കിൽ വൃക്കകളിൽ കല്ലുകൾ ഉണ്ടെങ്കിൽ അത് നീർക്കെട്ടായിട്ട് കാണിക്കാവുന്നതാണ്. ഓറൽസ് നിങ്ങൾക്കിപ്പം ലിവർ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാലുകളിൽ നീര് കാണിക്കാം. ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക ബോഡി കാണിക്കുന്ന ഒരു എക്സ്റ്റേണൽ സൈൻസ് ആണ് ഈ ഒരു എന്താ പറയുക കാലിലുണ്ടാവുന്ന നീർക്കെട്ട് എന്ന് പറയുന്നത്. അത് ആ നീർക്കെട്ടിനെ നമ്മൾ യൂഷ്വലി നോൺ പിറ്റിക് എഡിമ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴി പോലെ കാണുന്നതിന് നമ്മൾ പിറ്റിക് എഡിമ എന്ന് പറയും. ഈവൻ അതൊരു പ്ലെയിൻ സർഫസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നോൺ പിറ്റിക്. അത് ഡിപ്പെൻസ് ആണ്, ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എഡിമാറ്റസ് കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഓർഗൻ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെന്ന് ബോഡി കാണിക്കുന്ന ഒരു സിംറ്റംസ് ആണിത്. ഓക്കെ, അപ്പം ഈ ഒരു വിഷയങ്ങൾ പല ആളുകൾക്കും എന്താണെന്ന്, ചില ആളുകൾക്ക് കാലിൽ വളരെ നീരുണ്ടാവും, എന്നിട്ട് വളരെ നിസ്സാരമായിട്ടായിരിക്കും അവർ കാണുന്നുണ്ടാവുക. ഇതെന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെ കൊണ്ടുപോകണമെന്നോ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കാലിൽ നീര് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ഡോക്ടറെ കാണുക. എന്നിട്ട് എന്താണ് വിഷയം, കാലിന് എന്തെങ്കിലും പറ്റിയതാണോ എന്ന് ആലോചിക്കാതെ, ഇത്തരം പ്രശ്നങ്ങളിലൂടെ വളരെ സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ജൂഹി ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ സംശയങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. ഇപ്പം ഡോക്ടറെ, ഇപ്പം നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അതിൻ്റെ കാരണങ്ങളായിക്കോട്ടെ, അതിൻ്റെ പല ലക്ഷണങ്ങളായിക്കോട്ടെ, അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു. അപ്പം ഇതിൽ ഇനി പിന്നെ ചോദിക്കുന്നത്, നമ്മൾ രക്തയോട്ടം കൂടിയാൽ ഇപ്പോൾ നീർക്കെട്ട് മാറും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കൂടുന്ന സമയത്താണ് ഉദാഹരണം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മളെ ലിംഗത്തിലേക്ക് രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിൻലി ഈ ഒരു സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും പ്രോസ്റ്റേറ്റിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ മെയിൻലി നിങ്ങൾക്ക് ടൊമാറ്റോ, തക്കാളി കഴിക്കാം. അതിൽ ലൈക്കോപ്പിൻ എന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടർ ഉണ്ട്. അത് ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന സർക്കുലേഷൻസ്, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്കുള്ള സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യും, അതിലുണ്ടാകുന്ന നീർക്കെട്ടിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഗ്രീൻ ടീ ആണ്. ഇപ്പം യൂഷ്വലി നമ്മളിപ്പോൾ പ്രോസ്റ്റേറ്റ് പേഷ്യൻസിനോട് പറയാറ് ചായ, കാപ്പി, അങ്ങനെ കഫീനേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ മിൽക്കൊക്കെ അവോയ്ഡ് ചെയ്യണം. അതിലും ബെറ്റർ
ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക ന്യൂട്രീഷണൽ ക്വാളിറ്റി ഉള്ളതാണ് ഗ്രീൻ ടീ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡെയിലി ബേസിസ് വേണ്ട, ഓൾട്ടർനേറ്റ് ബേസിസിൽ ഒരു 11 മണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്കോ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മീറ്റ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് റെഡ്യൂസ് ചെയ്യണം. അതായത് റെഡ് മീറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. ഫിഷ് കഴിക്കാം, ഫാറ്റി ഫിഷസ്, ഇപ്പം അയല, മത്തി അല്ലെങ്കിൽ നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ അത് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് ഫ്രൈ ചെയ്യരുത്, ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഫ്രൈ ചെയ്യുമ്പോൾ അത് പിന്നെയും ഒരു എന്താ പറയുക ഒരു അൺഹെൽത്തി ഫാറ്റ്സിലേക്ക് പോകും. അപ്പം മാക്സിമം അത് കറി വെച്ചിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഇപ്പം നമുക്ക് സീഡ്സ് വിഭാഗത്തിൽ തന്നെ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് ഉള്ള ഒരുപാട് സീഡ്സ് ഉണ്ട്. പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ്. അത് ഈ പ്രോസ്റ്റേറ്റ് നീർക്കെട്ടിൻ്റെ കാലുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് പെട്ടെന്ന് റിഡ്യൂസ് ചെയ്യാവുന്നതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താം. ഒരു പിടി അല്ലെങ്കിൽ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു 15 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 10 ഗ്രാം എന്നുള്ള രീതിയിൽ കയ്യിൽ അങ്ങനെയും പ്രിഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റുള്ള സീഡ്സൊക്കെ കഴിക്കാം, ലൈക്ക് ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെ ഉൾപ്പെടുത്താം. പക്ഷേ മെയിനായിട്ടും കുറച്ചുകൂടി ആക്ഷൻസ് കാണിക്കുന്നത് പംകിൻ സീഡ്സ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പം ഫ്രൂട്ട്സിൽ നോക്കുമ്പം പൊമോഗ്രാനൈറ്റ്, അവക്കാഡോ, അതൊക്കെ സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനത്തെ വീക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇപ്പോൾ അതിൽ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് ടീ കോഫി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവരും ചായ വിട്ടിട്ട് ഒരു കളിയില്ല, ചായ അല്ലേ കോഫി. ഇപ്പോൾ രാവിലെ ആയിക്കോട്ടെ, ഇപ്പം പല പ്രായമുള്ള ആളുകളെയും കാണുന്ന സമയത്ത് അവർ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിയാകുന്ന സമയത്ത് അവർ ചായ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ, 10 മണിക്ക് ഒരു ചായ, 12 മണിക്ക് ചോറിന് മുമ്പ് ഒരു ചായ, ചോറിൻ്റെ കൂടെ ചായ, ഈവനിങ് ചായ, രാത്രി ചായ, ഒരു 5 ചില ഇപ്പം അടുത്ത് സംസാരിച്ച സമയത്ത് ഒരാൾ പറഞ്ഞാണ് എനിക്ക് 12 ചായ ഇല്ലാതെ ഒരു ദിവസം നടക്കൂല, തീരൂല. എനിക്ക് 12 മതി എന്നാണ് ചോദിക്കുന്നത്. അത് എന്നാൽ 15ഉം 20ഉം ആണ് അടുത്ത ആൾ ചോദിക്കുന്നത്. എനിക്ക് 20 ചായ അല്ലെ 18 ചായ നിർബന്ധം വേണമെന്ന്. അതായത് ഒരു യാത്രകളിൽ കേട്ട ഒരു പല പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഒരു യാത്ര ചെയ്ത സമയത്ത് അവർ പറഞ്ഞതാണ് എനിക്ക് 12 ചായ വേണം അല്ലെ 15 ചായ വേണം ഒരു ദിവസം കഴിഞ്ഞ് പോകണം എന്നുള്ളതിലാണ്. ഈ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ചായ, ആൽക്കഹോൾ ആയിക്കോട്ടെ, പുകവലി ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിൻലി പുകവലിക്കുക എന്ന് പറയുമ്പം നിക്കോട്ടിൻ കണ്ടന്റ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻസിൽ ഡിസോൾവ് ആയിട്ട് അവിടെ എന്താ പറയുക ബ്ലോക്കേജ് സംഭവിക്കും. അപ്പം നമുക്ക് അറിയാം, നമുക്ക് ലങ് ക്യാൻസർ അങ്ങനത്തെ പല ക്യാൻസർ വരാനുള്ള മെയിൻ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിയാണ്. പിന്നെ മദ്യപാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ എക്സ്റ്റേണൽ എന്താ പറയുക ഒരു അസുഖമായിട്ട് ഫാറ്റി ലിവർ എന്ന് നമുക്ക് പറയാം. പക്ഷെ അതൊരു 10% മാത്രമേ ഉള്ളൂ. ബട്ട് ഇതൊരു ട്രിഗറിങ് ഫാക്ടറാണ്. ഇപ്പോൾ ചായയും കാപ്പിയും ആണെങ്കിലും അതിൽ കഫീൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ സർക്കുലേഷൻസ് ബ്ലോക്കേജ് വരികയും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ, എസ്പെഷ്യലി തൈറോയ്ഡ് പേഷ്യൻസിനായാലും ഒക്കെ വളരെ അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പം മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സ്മോക്കിംഗ് ആണെങ്കിലും ഈവൻ എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുള്ള ഒരുപാട് പേഷ്യൻസ് ആയാലും ഞാൻ കേസ് എടുത്ത സമയത്ത് ഡെയിലി ഒരു 10-15 വട്ടം അവർ ആ ഒരു സിഗരറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പേഷ്യൻസിനോട് സജസ്റ്റ് ചെയ്ത് മാക്സിമം നിങ്ങൾ മെഡിസിൻസ് എടുക്കുക, പ്ലസ് ഈ ഒരു സിഗരറ്റിൻ്റെ ഇൻടേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുകവലി ശീലം പരമാവധി കുറയ്ക്കുക എന്നാണ്. അപ്പോൾ കുറച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സിംറ്റംസും റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ എന്താ പറയുക ആ ഒരു ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി കുറയ്ക്കുക. ഓക്കെ, അപ്പം ഇത് വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ ഈ ചായ കുടിക്കുന്നതും അതിൻ്റെ ഷുഗർ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ അതിൻ്റെ പ്രശ്നങ്ങളോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു, പ്രോസ്റ്റേറ്റിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടറുടെ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി ഡിസ്കഷനിലേക്ക് കടക്കാം. ഡോക്ടറെ, ഇപ്പം നമ്മൾ പ്രോസ്റ്റേറ്റ് പിന്നെ കാരണമായ ഭക്ഷണം സംസാരിച്ചു, അതിനെ മാറാൻ വേണ്ടി എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് വീക്കുള്ള ആൾ നമ്മൾ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് ആളുകൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം ദിവസം? അത് ഡിപ്പെൻസ് ഓൺ ആ വ്യക്തിക്കാണ്. ഇപ്പം അതല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ അനുസരിച്ച്. ഇപ്പം വൃക്കകൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പം എഡിമാറ്റസ് അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു 4 ലിറ്ററെങ്കിലും വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ വൃക്കയിൽ കല്ലുകളുള്ള സ്റ്റോൺ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അത് ഡിപ്പെൻസ് ആണ്, ഓരോ കണ്ടീഷൻസും ഓരോ വ്യക്തിക്ക് അനുസരിച്ചാണ്. ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ള ആളുകളാണെങ്കിലും ഞാൻ പറഞ്ഞു ഒരു ഡിന്നർ ഒരു 8 മണി അല്ലെങ്കിൽ 7:30 ഉള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും മെയിൻറ്റെയിൻ ചെയ്യുക. അവർ ആ ഒരു യൂറിൻ ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റ് ചെയ്തുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം
പ്രോസ്റ്റേറ്റ് വീക്ക് ഉള്ള ആളുകൾക്ക് അവരെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോവർ പാർട്ട് ഓഫ് ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പം അവിടെ ഒരുപാട് പേശികളും നാഡികളും സർക്കുലേഷൻസും എല്ലാം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഈ പേശികൾ വീക്ക് ആവുന്നതും ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം. ഏജിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രായമായി വരുമ്പോൾ നമ്മുടെ മസിൽസും എല്ലുകളും അതേപോലെ തന്നെ പേശികളെല്ലാം വീക്ക് ആവും. അപ്പോൾ ആ ഒരു സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും പേശികളുടെ ബലം കൂട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് എസ്പെഷ്യലി കീഗൽ എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അത് ഈ ഹിപ്പ് റീജിയൻസിലേക്കും അതേപോലെ തന്നെ ലിംഗത്തിലേക്കുള്ള സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും പ്രോസ്ട്രേറ്റിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് കീഗൽ എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ചില എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം ഈ ഡിസ്ക് റിലേറ്റഡ് കംപ്ലയിൻസിൻ്റെ വെർട്ടിബിൾ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസസിൽ നമ്മളതൊന്ന് അവോയ്ഡ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. പകരം നിങ്ങൾക്ക് ഈ ഒരു കീഗൽ എക്സസൈസും ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ക്ലിനിക്കിൽ വന്ന് പ്രോസ്റ്റേറ്റ് വീക്കായിട്ട് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ. കാരണം അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അവർക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് മൂത്രം പോകുന്നില്ല. ഇതായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നമുക്ക് ഡോക്ടറുടെ ക്വസ്റ്റ്യന് ശേഷം ഒന്നുകൂടി കാണാം. അപ്പം അവർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, അവർക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സർജറി ഇല്ലാതെ തന്നെ അവർക്ക് ഈ പ്രശ്നം ചെയ്യാൻ പറ്റി. ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് മാറ്റാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് വീക്കുള്ള ആളുകൾക്ക് പ്രോസ്റ്റേറ്റ് മാറാൻ വേണ്ടി സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിപ്പം ഈ ഒരു പേഷ്യൻറ്റിനായാലും അവർ ഡോക്ടേഴ്സ് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് നല്ല എൻലാർജ്ഡ് ആയതുകൊണ്ട് തന്നെ ആ പേഷ്യൻറ്റിന് സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും അതേപോലെ തന്നെ ആ വ്യക്തിൻ്റെ ആ ഒരു സിംറ്റംസും എല്ലാം മാച്ച് ചെയ്ത് നോക്കിയപ്പം നമുക്കതിൻ്റെ ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആവശ്യമില്ല. ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് നോക്കിയിട്ട് നമ്മൾ അതിന് മെഡിസിൻസ് കൊടുത്തപ്പം ആൾക്ക് ആ ഒരു നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ആണ് ഓരോ കേസസിനനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് അതിപ്പം അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിനനുസരിച്ചിട്ടാണ് അതൊരു സർജിക്കലാണോ നോൺ സർജിക്കലാണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും ആ വീഡിയോ ഒന്നുകൂടി കണ്ടുവരാം. അവർ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവർക്കൊരു 3 ആഴ്ച കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ഒന്നുകൂടെ കണ്ടുവരാം. എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട്? ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മൂത്രം പോകാണ്ടായി. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഫീനെ വിളിച്ചിട്ട് എത്രയും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും രക്ഷയില്ല പറഞ്ഞു. അതായത് കത്തിയിട്ട് കയറുന്ന പോലില്ല. അത് കഴിഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും പറഞ്ഞ് രക്ഷയില്ലാന്ന് പറഞ്ഞു. പിന്നെ കൊടുവല്ല ഇവിടെ മുടക്കല്ലൂർ എംസി പോയത്. അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം കാഷ്വാലിറ്റി നോക്കി. അവിടെ പറ്റൂ കയറുന്നില്ല. അപ്പോൾ അത്രയും ബ്ലോക്കായി. ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് നേരത്തെ ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നെ അവർ യൂറോളജിസ്റ്റിനെ വരുത്തി 10-15 ചെറിയൊരു കമ്പി കയറ്റി പാസ്സായത്. ആദ്യം പറഞ്ഞിങ്ങനെ ഈ കമ്പി കയറുന്നില്ലെങ്കിൽ മിക്കവാറും ഡയറക്റ്റ്ലി ബ്ലാഡറിലേക്ക് ഇൻസെഷൻ കൊടുക്കേണ്ടിയിരുന്നു. അപ്പം അവർ എന്തായാലും ചെയ്ത് എനിക്ക് മൂത്രം പോകുന്ന പ്രശ്നമുണ്ട്. പ്രോസ്റ്റേറ്റ് കംപ്ലൈൻറ്റ് എനിക്കില്ലല്ലോ, അറിയത്തുമില്ല, ആദ്യമായിട്ട് സംഭവിക്കുന്നത്. പിന്നെ അയാൾ ചെയ്ത് കൊടുത്തു, സക്സസ് ആയി. പിന്നെ ഒരു ചെറിയ ട്യൂബ് കയറ്റി അവസാനം കത്തിയിട്ട് കെട്ടാനുള്ള ഗ്യാപ്പായി. പിന്നെ 2 ആഴ്ച കത്തിയിട്ട് കെട്ടുന്നേ കൊണ്ട് നടക്കുന്ന നേരത്തിൽ. പിന്നെ മൂത്രം നോർമലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു മൂത്രമൊഴിച്ച് കാണിക്കാമെങ്കിൽ കത്തിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ കയറ്റേണ്ടി വരുന്നു. അതിനുകൊണ്ട് പെട്ടെന്ന് കുറേ വെള്ളം കുടിച്ചോണ്ട് മൂത്രം പോയി. അപ്പോഴാണ് ഞാൻ ഈ ഇത് കാണുന്നത്, വീഡിയോ കാണുന്നത് ഡോക്ടറെ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നാമത് ഹോമിയോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രൈ നോക്കിക്കളയാം. അലോപ്പതി എനിക്ക് താല്പര്യമുള്ള കേസല്ല ഉണ്ട്. പെണ്ണുങ്ങളായിട്ട് ഹോമിയോപ്പതി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ റിസ്ക് എടുത്തോളാണ് വരാമ്പരാണല്ലോ. അതോടെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നേരത്തെ വീഡിയോ കണ്ടപ്പോഴും എന്നൊക്കെ കോൺഫിഡൻസ് ഡോക്ടറെ കൊണ്ട് മനസ്സിലായി. ഇന്നലത്തെ വീഡിയോ ഇത് കണ്ടില്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം എന്നോട് പരിചയമുള്ളവരൊക്കെ പറഞ്ഞു അത് റിസ്ക് ആണ്, ഇതൊന്നും സയൻറ്റിഫിക് അല്ല. ഞാൻ ഹോമിയോപ്പതി പഠിച്ചിട്ടുള്ളതാണ്, എനിക്കറിയാം. അപ്പം ഞാനേതായാലും വന്ന് എൻ്റെ കരുത്താണ് ഞാൻ റിസ്ക് എടുക്കാൻ പോകുന്നത്. അപ്പം 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മാറ്റം വന്നു തുടങ്ങിയൊരു ഫ്ലോ കുറഞ്ഞു. അതിന് ഫിറ്റ്നസ് പ്രോബ്ലം ഇല്ല, ഫ്രീക്വൻസി യൂറിനേറ്റിംഗ് പ്രശ്നമില്ല. അപ്പോൾ ഉറപ്പായത് ചേഞ്ച് വരുമെന്ന് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും അതിൻ്റെ ഇപ്പോഴും കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അത് പുള്ളി റിക്കവർ ചെയ്യാൻ വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഹാപ്പി അബൌട്ട് ഡോക്ടർ. താങ്ക് യു. എന്തായിരുന്നു ഡോക്ടറെ ഉണ്ടായിരുന്നത് ഇഷ്യൂസ് എങ്ങനെയായിരുന്നു? പുള്ളി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, യൂറിന്റെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ പ്രോസ്ട്രേറ്റിന്റെ പ്രശ്നമാണ് പുള്ളിക്ക് മെയിൻ ആയിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോസ്ട്രേറ്റ് പുള്ളിയുടെ റിപ്പോർട്ട് പ്രകാരം 80 ml ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുത്തപ്പോൾ അത് പിന്നെ റെഡ്യൂസ്ഡ് ആയി ഒരു 55 ml ആയിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്.
അപ്പം ഇനീഷ്യലി സിംറ്റംസ് എന്ന് പറയുമ്പോൾ പുകച്ചിലായിട്ടും ഫ്രീക്വന്റ് യൂറിനേഷനും ഒക്കെ ആയിട്ടായിരുന്നു അവരുടെ ബുദ്ധിമുട്ടുകളായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ മെഡിസിൻസ് എടുത്ത് തുടങ്ങിയപ്പം നല്ല രീതിയിലുള്ള ചേഞ്ചസ് പുള്ളി തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തുടങ്ങി. ഇപ്പം മെഡിസിൻസ് ഓൺഗോയിങ് ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി ഇനീഷ്യൽ വെച്ച് നോക്കുമ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു റെസ്പോൺസും ഇവര് സ്റ്റാഫിന്റെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ്. ഐ എം റിയലി ഹാപ്പി. ഞാൻ ഡോക്ടറെ പ്രിയോക്കെതിരെ ഒന്നാമത് കൺസേൺ അത് ശ്രദ്ധയുണ്ട്. റിയലി എന്നെക്കാൾ കൂടുതൽ കൺസേൺ ഉണ്ട് ഡോക്ടർ അത് മാറിക്കിട്ടണം എന്നുള്ളത്. അപ്പം അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം ട്രീറ്റ്മെന്റ് അറിയാമല്ലോ, അത് മരുന്ന് മാത്രമല്ല എഫക്റ്റീവ് ആകുന്നത്, അല്ല പിന്നെ തിരിച്ച് വീണ്ടും വീണ്ടും വരില്ലല്ലോ. റിയലി ഹാപ്പി അബൌട്ട് യുവർ ചെയ്യുന്ന രീതിയും ശ്രദ്ധയും ഡിവോഷനും ഒക്കെ. താങ്ക് യു. അപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം പോലും നമുക്ക് സിമ്പിളായിട്ട് ഒരു 3 ആഴ്ച കൊണ്ട് അവർക്ക് പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് പുറത്തുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ അവർ കുറച്ചുകൂടി സിമ്പിൾ ആവാന്നുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരിക്കും. എന്നിട്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ കൺസൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടറുടെ തിരക്കായിക്കോട്ടെ, അവരെ കൺസൾട്ടേഷൻ്റെ തിരക്കുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.